ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടിത്തറ പഞ്ചായത്തിലെ 9ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സെബു സദക്കത്തുള്ള ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഇത്തവണ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ കാശാമുക്ക് വാർഡ് നിലനിൽക്കുന്നത് അങ്ങ് പാറപ്പുറം ഏരിയ മുതൽ കൂമ്പ്ര പാലം മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ടിപ്പു സുൽത്താൻ റോഡ് വരെയാണ്. വളരെയേറെ തകർന്ന റോഡുകളാണ്, ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളാണ്. നമ്മൾ ഫണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമല്ലാതാണ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ഗതാഗത യോഗ്യമാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. ഇതിൻ്റെ സൈഡ് സംരക്ഷിക്കണം. ഒരു ഭാഗം തകർന്ന നിലയിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അത് പുനഃക്രമീകരിച്ച് നല്ല രീതിയിലുള്ള ഗതാഗത സൗകര്യമുള്ള ഒരു റോഡാക്കിയിട്ട് ടിപ്പു സുൽത്താൻ റോഡിനെ മാറ്റണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കൂമ്പ്ര പാലവും വട്ടത്താണി ആലൂർ പോകുന്ന റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ്, പുതിയ റോഡ് നിർമ്മിച്ച് അത് അവിടുത്തെ 70ഓളം കുടുംബങ്ങൾക്കാണ് അത് ഗുണകരമാവുക. ആ റോഡ് എന്ന സ്വപ്നം അവരുടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ നമുക്കറിയാം, നമ്മുടെ വാർഡിൽ വരുന്നതാണ് കക്കാട്ടി ഹെൽത്ത് സെൻറ്റർ. അത് ഇന്ന് അൺഫിറ്റാണ്. അപ്പോൾ അത് NHM ഫണ്ട് ഉപയോഗിച്ചും അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചും നല്ല രീതിയിലുള്ള ഇവിടുത്തെ ഒരു നല്ലൊരു ഫാമിലി ഹെൽത്ത് സെൻ്ററിനോട് ഉപമിക്കുന്ന തരത്തിലുള്ള ഒരു ഹെൽത്ത് സെൻ്ററായി അതിനെ ഉയർത്തണം. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. ഇന്ന് നമുക്ക് 1995 സ്ഥാപിതമായിട്ടുള്ള മൃഗാശുപത്രി, അന്നത്തെ ഭരണസമിതിയാണ് ആ മൃഗാശുപത്രി സ്ഥാപിതമാക്കിയത്. ആ മൃഗാശുപത്രിയെ നവീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു നവീകരണം അവിടെ പൂർത്തിയാക്കി അത് നല്ലൊരു മാതൃകാപരമായിട്ടുള്ള നമ്മുടെ മണ്ഡലത്തിൽ തന്നെയുള്ള നല്ലൊരു വെറ്റിനറി ഹോസ്പിറ്റലാക്കി അതിനെ മാറ്റാനും സ്വപ്നമുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഭരണം ലഭിക്കുകയാണെങ്കിൽ, എൻ്റെ വാർഡല്ലാത്തത് കൊണ്ടാണ് അത് ഞാൻ അങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നടക്കാതെ പോയൊരു സ്വപ്നമാണ് നെച്ചിക്കോട് ഗ്രൗണ്ടിനെ മഡ് ടർഫാക്കി ഉയർത്തുക എന്നത്. അത് തീർച്ചയായും അത് നമ്മൾ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ഒരു വശം കഴിഞ്ഞ പ്രാവശ്യത്തെ 9ാം വാർഡാണ്. അപ്പോൾ നമ്മൾ നടക്കാതെ പോയതാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ കുടിവെള്ള പദ്ധതി. ഇപ്പോൾ ജൽജീവൻ മിഷൻ വന്നതോടുകൂടി കുടിവെള്ള പദ്ധതികളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ നിലവിൽ നമ്മൾ ആ കുടിവെള്ള പദ്ധതി കുഴൽക്കിണറടിച്ച് വെള്ളം കണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് പൂർത്തീകരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത് പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി എന്തായാലും സ്വീകരിക്കും. പിന്നെ ഇവിടുത്തെ നമ്മുടെ പ്രാദേശിക വാസികൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമുക്ക് ടിപ്പു സുൽത്താൻ റോഡിന് ഇപ്പോൾ ഇവിടെ ഒരുപാട് 100-100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നതാണ് ടിപ്പു സുൽത്താൻ റോഡ്. അവിടെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ഗതാഗത സൗകര്യം ഇല്ലാത്തതോടൊപ്പം തന്നെ ഒരു പ്രയാസം അനുഭവിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ കാത്തിരിപ്പ് കേന്ദ്രമില്ല, ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. ഇത് PMGSY റോഡാണ്. ആ റോഡ് നമുക്ക് അനുമതി ലഭിക്കുകയാണെങ്കിൽ, അടുത്ത 5 വർഷം വരെ നമ്മൾ അവർക്ക് വിട്ടുകൊടുത്ത റോഡാണ്. അനുമതി ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും അതേപോലെ യാത്രക്കാർക്കും ഉതകുന്ന തരത്തിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് ചെറിയ രീതിയിലെങ്കിലും നിർമ്മിക്കാൻ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യും. അത് അവരുടെ ആവശ്യം കൂടിയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ റോഡിനെ കട്ട വിരിച്ച് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ്. ടാറിങ് ഒഴിവാക്കിയിട്ട് അതിന് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. 3 മെമ്പർമാരാണ് ഇനി ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആ റോഡിൽ വരിക. അപ്പം 3 മെമ്പർമാരുടെ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ നല്ല രീതിയിൽ നമുക്കതിനെ കട്ട വിരിച്ച് തന്നെ നമുക്ക് പാറപ്പുറം റോഡ് വരെ, പാറപ്പുറം റോഡ് വരെ തന്നെ നമുക്കതിനെ ഭംഗിയാക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ നമുക്ക് പത്താലക്കുന്ന് വെള്ളക്കെട്ട്, ഒരു നല്ല മഴ വന്നു കഴിഞ്ഞാൽ പത്താലക്കുന്ന് ഏരിയയിൽ നിറയെ കണ്ടത്തിലൊക്കെ ആകെ വെള്ളം വന്ന് അവിടെയുള്ള വീടുകളിലേക്ക് വെള്ളം ഇരമ്പി പോകുന്ന ഒരു സംവിധാനമുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ആ ഭാഗത്ത് ഡ്രെയിനേജിന് സംവിധാനമുണ്ടായിരുന്നു. വീടുകൾ കൂടുതൽ വന്നതോടുകൂടി ആ ഡ്രെയിനേജൊക്കെ അടഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പം അതിൻ്റെ ഔട്ടേജ് എത്താത്ത കാരണമാണ്, അതായത് വെള്ളം പോകാനുള്ള ആ ഔട്ടേജിലേക്ക് എത്താത്തതാണ് ആ വെള്ളം അവിടെ രൂപപ്പെടാൻ കാരണം. ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും.
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9ാം വാർഡിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? 9ാം വാർഡിൽ നല്ല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നു പോകുന്നത്. എല്ലാ ഭാഗത്തിലേക്കും ചെല്ലുമ്പോഴും നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ചെയ്തു വെച്ച വികസനങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. കക്ഷി രാഷ്ട്രീയമില്ലാതെ, മതമില്ലാതെ, വിവേചനമില്ലാതെ പ്രവർത്തിച്ചതിന് ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വികസന സ്വപ്നങ്ങൾ മുൻനിർത്തിയും കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുമാണ് വോട്ട് ചോദിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്.